ഹായ് വെൽക്കം ടു സക്സസ് അക്കാഡമി. നമ്മൾ നോക്കാൻ പോകുന്നത് RRB NTPC എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാം നടന്നത് 28/12/2022 മോർണിംഗ് ഷിഫ്റ്റിലെ പേപ്പറാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. The cost price of an article is 75% of the market price. If a discount of 50% is allowed, then the profit and loss percentage is. So question എന്ത് തന്നിട്ടുണ്ട്, അതായത് നമുക്ക് തന്നിട്ടുണ്ട് കോസ്റ്റ് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ ഈസ് 75% ഓഫ് ദ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് അസ്യൂം ചെയ്യാം എന്ത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് അസ്യൂം ചെയ്യാം, 100 നമുക്ക് അസ്യൂം ചെയ്യാം. സോ മാർക്കറ്റ് പ്രൈസ് 100 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര വരും, മാർക്കറ്റ് പ്രൈസിൻ്റെ 75% ആണ് കോസ്റ്റ് പ്രൈസ്. സോ 100ൻ്റെ 75% എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 75 എന്ന് കിട്ടി. സോ എന്ത് കിട്ടി, MP നമുക്ക് കിട്ടി, CP നമുക്ക് കിട്ടി. ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്, എത്രയാണ് തന്നിട്ടുണ്ട്, 15% ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഓർ ലോസ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് MP/CP is equal to 100 + P / 100 - D. സോ ഈ ഒരു റിലേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. എന്താണ്, MP/CP is equal to 100 + P / 100 - D. സോ തന്നേക്കുന്ന ഡേറ്റാസ് നമുക്ക് ഈ റിലേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. MP എന്ന് പറയുന്നത് 100, CP എന്ന് പറയുന്നത് 75 is equal to 100 + പ്രോഫിറ്റ് നമുക്ക് അറിയില്ല ബൈ 100 - ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്ര, 15 ആണ് നന്നാക്കുന്നത്. സോ 100 - 15. സോ കട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടും, 100/75 എന്ന് പറയുന്നത് എത്ര, 4/3 എന്ന് എഴുതാം. ഇസിക്കൽ ടു 100 + P / 100 - 15 എന്ന് പറയുന്നത് 85 നമുക്ക് കിട്ടി. സോ ഇങ്ങോട്ട് 85 മേലേക്ക് കൊണ്ടുവരുമ്പോൾ 4 × 85/3 ആണ് എന്ത്, 100 + P എന്ന് പറയുന്നത്. അതായത് 4 × 85/3 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 113.33% എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ 100 + P ആണ് എന്ത്, 113.33%. സോ P എന്ന് പറയുന്നത് എത്ര കിട്ടും, ഈ 113.33% നിന്ന് 100 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും, 13.33% നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് എന്ന് കിട്ടും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താ ഉണ്ടായത്, ഇവിടെ പ്രോഫിറ്റ് ആണ് ഇവിടെ കിട്ടിയേക്കുന്നത്. എത്ര, 13.33% ആണ് നമുക്കിവിടെ പ്രോഫിറ്റ്. അതായത് ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട റിലേഷൻ എന്താണ്, MP/CP is equal to 100 + P / 100 - ഡിസ്കൗണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Of Harish's monthly salary of ₹45,000, 1/3 of the expenditure on education and 1/3 of the expenditure are on food and other necessities. The rest of the salaries goes towards his salary. The amount of salaries savings is. So question എന്താ പറഞ്ഞേക്കുന്നത്, അതായത് ആളുടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് എത്ര, 45,000 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ എന്ത് 1/3 പാർട്ട് എന്തിനു പോയി, എഡ്യൂക്കേഷന് വേണ്ടി ചിലവായി. അതുപോലെ 1/3 പാർട്ട് എന്തിനു പോയി, ഫുഡിന് വേണ്ടിയിട്ടും അതർ എക്സ്പെൻസിന് വേണ്ടിയിട്ടും ചിലവായി. ബാക്കി ഉണ്ടായതാണ് എന്ത്, ആള് സേവ് ചെയ്ത്. സോ ആ സേവ് ചെയ്ത എമൗണ്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം എന്ത്, ആദ്യം ഒരു 1/3 പാർട്ട് എന്തിനു വേണ്ടി ചിലവാക്കി, എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കി. പ്ലസ് പിന്നെ ഒരു 1/3 പാർട്ട് എന്തിനു വേണ്ടി ചിലവാക്കി, ഫുഡ് ആൻഡ് അതർ നെസസിറ്റീസിന് വേണ്ടി ചിലവാക്കി. സോ ടോട്ടൽ എത്ര പാർട്ടാണ്, 2/3 പാർട്ടാണ് എന്ത് എക്സ്പെൻഡിച്ചറിന് വേണ്ടി ആൾ ചിലവാക്കിയത്. ബാക്കി എത്ര ഉണ്ടാവും, 2/3 ചിലവാക്കിയെങ്കിൽ ബാക്കി 1/3 പാർട്ടാണ് എന്ത് ആളവിടെ സേവ് ചെയ്ത്. സോ 1/3 എന്തിൻ്റെ, ടോട്ടൽ സാലറിയുടെ 1/3 പാർട്ടാണ് ആളവിടെ സേവ് ചെയ്ത്. സോ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 15 പോവും. അതായത് 15,000 ആണ് എന്ത് ആളുടെ സേവിങ്സ് അവിടെ വരുന്നത്. അതായത് ഓപ്ഷൻ D 15,000 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The cylinder has a height of 40 cm and the curved surface area is 528 cm². The volume of the cylinder is. സോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഒരു സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 14 നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ എന്ത് തന്നിട്ടുണ്ട്,
കേർവ്ഡ് സർഫേസ് ഏരിയ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ കേർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് ഇക്വേഷൻ വരുന്നത്? 2πr(h) ആണ് എന്ത് കേർവ്ഡ് സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയം, അതായത് സിലിണ്ടറിൻ്റെ വോളിയം ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? πr² ആണ് എന്ത് വോളിയം കാണാനുള്ള ഇക്വേഷൻ. സോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഹൈറ്റ്, അതായത് സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആർ, അതായത് റേഡിയസിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഈ കേർവ്ഡ് സർഫേസ് ഏരിയയുടെ വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ട്? 528 നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 2πr(h) എന്ന് പറയുന്നത് എത്രയാണ്? 528 വരുന്നത്. അതായത് 2πr(h) എന്ന് പറയുന്നത് എന്താ? കേർവ്ഡ് സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര? 528. എച്ചിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണെന്നറിയാം? 14 പൈ എന്ന് പറയുന്നത് നമുക്ക് എത്ര കൊടുക്കാം? 22/7 എന്ന് കൊടുക്കാം. ആറിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല. എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 14 = 528. സോ 6 ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 528 × 7/2 × 22 നമുക്ക് എഴുതാൻ പറ്റും. സോ 6 ഇവിടെ നിർത്തി കഴിഞ്ഞാൽ /14/22/2 7 പോവും. സോ 6ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 6 എന്ന് നമുക്ക് കിട്ടും. സോ റേഡിയസ് എത്രയാണ് വരുന്നത്? റേഡിയസ് എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര? 14. റേഡിയസ് എന്ന് പറയുന്നത് എത്ര? 6 വരുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയം ആണ് കാണേണ്ടത്. വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് πr² ആണ് എന്ത് വോളിയം കാണാനുള്ള ഇക്വേഷൻ. സോ പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 22/7 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 വരുന്നത്. സോ 6² എന്ന് പറയുന്നത് 36 ഇൻറ്റു 40. സോ കട്ട് ചെയ്ത് കളയാം. ആൻസർ നമുക്ക് എത്ര കിട്ടും? 1584 സെൻറ്റിമീറ്റർ ക്യൂബ് നമുക്ക് കിട്ടും. സോ വോളിയം എത്രയാണ്? 1584. സോ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ ഏതാ? അതായത് കേർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്താ? 2πr(h) ആണ് വരുന്നത്. അതുപോലെ വോളിയം എന്ന് പറയുന്നത് എന്താ? πr² ആണ് വരുന്നത്. ഏതിൻ്റെ? സിലിണ്ടറിൻ്റെ ഇക്വേഷൻ ആണ് നമ്മളിവിടെ നോക്കിയത്. അതായത് ഓപ്ഷൻ സി 1584 നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The angles of a triangle are 2x, 3x minus 8 and 5x minus 12. The greatest angles of the triangle is. സോ എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് ആണ് നമുക്കിവിടെ തന്നേക്കുന്നത്. സോ നമുക്കറിയാം എന്ത്? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്ര? 180 ഡിഗ്രിയാണ് വരുന്നത്. സോ നമുക്കറിയാം ആദ്യത്തെ ആംഗിൾ എന്ന് പറയുന്നത് 2x, രണ്ടാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 3x minus 8, അതുപോലെ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 5x minus 12 വരുന്നത്. സോ ആ 3 ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് എത്ര? 180 വരുന്നത്. അതായത് ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്ര? 180 ഡിഗ്രി. സോ സം എടുക്കുമ്പോൾ എത്ര വരും? 10x minus 20 എന്ന് പറയുന്നത് എത്ര? 180. 10x എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 200 എന്ന് കിട്ടും. എക്സ് എന്ന് പറയുന്നത് എത്ര? 20 എന്ന് നമുക്ക് കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ എത്ര? 20 എന്ന് കിട്ടി. നമുക്ക് എന്താ കാണണ്ടേ? ഗ്രേറ്റസ്റ്റ് ആംഗിൾ അല്ലെങ്കിൽ ലാർജസ്റ്റ് ആംഗിൾ ഏതാണെന്നാണ് നോക്കണ്ടത്. സോ നമുക്കറിയാം ഇത് ലാർജസ്റ്റ് ആംഗിൾ ഏതാ വരാ? 5x minus 12 ആണ് ലാർജസ്റ്റ് ആംഗിൾ. 5x എന്ന് പറയുന്നത് എത്ര? 20. സോ 5 × 20 minus 12 എന്ന് പറയുന്നത് 100 minus 12, അതായത് 88 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ റെക്ടാങ്കിൾ ദ ലെങ്ത് ഈസ് ട്വൈസ് ദ ബ്രെഡ്ത്ത് ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 48 സെൻറ്റിമീറ്റർ. ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ്. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ദ ലെങ്ത് ഈസ് ട്വൈസ് ദ ബ്രെഡ്ത്ത് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? L is equal to 2b ആണ് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെന്താ തന്നേക്കുന്നത്? പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 48 തന്നിട്ടുണ്ട്. അതായത് പെരിമീറ്റർ, അതായത് റെക്ടാങ്കിളിലെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താ? 2L + 2b ആണ് എന്ത്? ഒരു പെരിമീറ്ററിൻ്റെ റെക്ടാങ്കിൾ വരുന്നത്. സോ അതാണ് എത്ര? 48 എന്ന് നമുക്ക് തന്നേക്കുന്നത്.
നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്താ? എൽ ഇൻറ്റു ബി ആണ് എന്ത്? ഏരിയ കാണാനുള്ള ഇക്വേഷൻ. സോ നമുക്കറിയാം എന്ത്? നമുക്ക് ഓൾറെഡി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് എന്ത്? എൽ ഇസിക്കൽ ടു 2b, അതായത് ലെങ്ത് ഇസിക്കൽ ടു 2b തന്നിട്ടുണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് 2bക്ക് പകരം എന്താ? ഒരു എൽ നമുക്ക് ഇട്ട് കൊടുക്കാം. സോ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 2l പ്ലസ് 2bക്ക് പകരം എൽ ഇട്ട് കൊടുത്താൽ എത്ര വരും? 48 എന്ന് വരും. അതായത് 3l ഇസിക്കൽ ടു 48 എന്ന് വരും. എൽ എന്ന് പറയുന്നത് എത്ര വരും? 16 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ലെങ്ത്തിൻ്റെ, അതായത് ലെങ്ത്തിൻ്റെ ഇതെത്ര വരുന്നത്? 16 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് അളവ് വരുന്നത്. സോ ലെങ്ത്ത് കിട്ടി. ഇനി ഇവിടെ അടുത്ത് കാണാൻ എന്താ ചെയ്യുക? ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റിക്ക് ഇട്ട് കൊടുക്കുക. അതായത് എൽ ഇസിക്കൽ ടു 16 ആണ്. അതായത് 16 ഇസിക്കൽ ടു 2b. അപ്പോൾ എത്ര? രണ്ടടി ഇരിക്കുമ്പോൾ 8 ഇസിക്കൽ ടു b. അതായത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്ര? 8 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. സോ ലെങ്ത്ത് 16 ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്ര? 8 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എൽ ഇൻറ്റു ബി. അതായത് ലെങ്ത്ത് എന്ന് പറയുന്നത് എത്ര? 16ഉം അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്ര? 8ഉം. സോ 16 ഇൻറ്റു 8 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 128 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്വേത ആൻഡ് ഹരീഷ് completed a project with a income of rupees 28,000. In this project, Sweta worked for 20 days and Harish worked for 30 days. If their daily wages can in the ratio of 5:6, then Sweta's share is. So, question എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്ര? 28,000 ആണ് വരുന്നത്. അതുപോലെ ശ്വേത എത്ര ദിവസം വർക്ക് ചെയ്തു? 20 ദിവസം വർക്ക് ചെയ്തു. അതുപോലെ ഹരീഷ് എത്ര ദിവസം വർക്ക് ചെയ്തു? 30 ദിവസം വർക്ക് ചെയ്തു. സോ അവർ വർക്ക് ചെയ്ത റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 20:30 എന്ന് വരും. അതായത് 2:3 എന്ന് വരും. എന്ത്? അവർ വർക്ക് ചെയ്ത ഡേയ്സിൻ്റെ റേഷ്യോ. പിന്നെന്താ? അവർക്ക് വേജ് കൊടുക്കാനുള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 5:6. സോ വേജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 5:6 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്വേതയ്ക്ക് എത്ര ഷെയർ കിട്ടിയെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്തറിയാം? നമുക്ക് അവർ വർക്ക് ചെയ്ത ഡേയ്സിൻ്റെ റേഷ്യോ എത്രയാണെന്നറിയാം. 2:3 അതുപോലെ എന്തറിയാം? അവരുടെ വേജസിൻ്റെ റേഷ്യോ എത്രയാണെന്നറിയാം. 5:6 സോ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 10:18 എന്ന് നമുക്ക് കിട്ടും. സോ ഈ റേഷ്യോയിലാണ് എന്ത്? അവർക്ക് എന്ത്? ആ ഇൻകം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 28,000 ഈ റേഷ്യോയിലാണ് അവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ റേഷ്യോൻ്റെ സം എന്ന് പറയുന്നത് എത്ര? 10ഉം 18ഉം 28 എന്ന് കിട്ടും. ആ 28 ആണ് അതിൻ്റെ സമ്മാണ് എത്ര വരുന്നത്? 28,000. സോ 1 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 1000 എന്ന് കിട്ടും. 10 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 10,000 എന്ന് കിട്ടും. അതുപോലെ 80 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 18,000 എന്ന് നമുക്ക് കിട്ടും. സോ ആരുടെ ഷെയറാണ് നമുക്ക് കാണേണ്ടത്? ശ്വേതയുടെ ഷെയർ ആണ് കാണേണ്ടത്. അതായത് 10ൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. സോ 10ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 10,000 എന്ന് നമുക്ക് കിട്ടും. സോ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം എന്ന് പറയുന്നത് അവർ വർക്ക് ചെയ്ത ഡേയ്സിൻ്റെ റേഷ്യോ, രണ്ടാമത് അവരുടെ വേജിൻ്റെ റേഷ്യോ. സോ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എന്ത്? ആ ഇൻകം ഷെയർ ചെയ്ത് കൊടുക്കേണ്ട റേഷ്യോ നമുക്ക് കിട്ടിയത്. സോ ഈ റേഷ്യോൻ്റെ പ്രകാരം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശ്വേതയ്ക്ക് എത്ര കിട്ടും? 10,000 റുപ്പീസാണ് എന്ത്? ശ്വേതയ്ക്ക് കിട്ടുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A class of 50 girls and 17 boys sponsored a musical program. If 40% of the girls and 50% of the boys attended, approximately what percentage of the class attended the program? So simple question. എന്താ ചെയ്യാം? 50 ഗേൾസ് ആണുള്ളത്. ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ്? 40% ആണ് അവിടെ ഉണ്ടായത്. പ്ലസ് ബോയ്സിൻ്റെ എന്ന് പറയുന്നത് എത്ര? 70. അതിൻ്റെ 50% ആണ് അവിടെ പ്രസൻ്റ് ആയിട്ട് ഉണ്ടായത്. ടോട്ടൽ ബോയ്സ് പ്ലസ് ഗേൾസ് എന്ന് പറയുന്നത് എത്ര? 120 ആണ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു?
ഗേൾസ് 50, അതിൻ്റെ 40% അറ്റൻഡ് ചെയ്തു. ബോയ്സ് 70, അതിൽ 50% ബോയ്സ് അറ്റൻഡ് ചെയ്തു. ടോട്ടൽ ബോയ്സ് പ്ലസ് ഗേൾസ് എന്ന് പറയുന്നത് എത്ര? 120. സോ കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 20 പ്ലസ് 35/120 കിട്ടും. സോ എത്ര വരാം? 55/120 നമുക്ക് കിട്ടും. സോ നമുക്ക് എന്താ പെർസെൻറ്റേജ്, അതായത് എത്ര പെർസെൻറ്റേജ് ആൾക്കാരാണ് അറ്റൻഡ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇൻറ്റു 100 ചെയ്യാം. സോ നമുക്ക് ആൻസർ എത്ര കിട്ടും? 0 കട്ട് ചെയ്ത് പോയി. 45.8 സംതിങ്. അതായത് നമുക്ക് റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അതായത് റൗണ്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 46% അടുത്താണ് വരുന്നത്. കാരണം ആൻസർ റൗണ്ട് ചെയ്തിട്ടാണ് തന്നേക്കുന്നത്. ഓൾമോസ്റ്റ് 45 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. സോ ഓപ്ഷനിൽ എന്താണ് റൗണ്ട് ചെയ്തപ്പോൾ 46% ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ഡി 46% ആണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ജനറൽ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആവറേജ് വാല്യൂ ഇൻ മെഷറിംഗ് സെൻറ്റർ ടെൻഡൻസീസ്. അതായത് അപ്രോക്സിമേറ്റ് വാല്യൂ, അതായത് ആവറേജിന് അത്രയും അപ്രോക്സിമേറ്റ് ആയിട്ട് വാല്യൂ തരണ മോഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം എന്ത് മീനാണ് കുറച്ചും കൂടിയും എന്ത് പ്രിസൈസ് ആയിട്ടുള്ള ആവറേജ് തരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The greatest number that will divide 155, 260 and 315 and leaves remainder 5, 10 and 15 respectively is. So ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ഒരു നമ്പർ, ആ നമ്പർ എന്ത്, ആ നമ്പർ വെച്ച് ഈ 3 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ വരിക? 5, 10, 15 എന്ന റിമൈൻഡർ ആണ് വരിക. സോ റിമൈൻഡർ അതായത് റെസ്പെക്റ്റീവ് നമ്പേഴ്സിൻ്റെ നമ്മൾ റിമൈൻഡർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതായത് നമുക്ക് നോക്കാം, 115 ആണ് നമ്പർ. സോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 ആണ് റിമൈൻഡർ. സോ 155 മൈനസ് 5 എന്ന് പറയുന്നത് എത്ര? 150 എന്ന് വരും. 260 മൈനസ് റിമൈൻഡർ എത്ര? 10 എന്ന് പറയുന്നത് എത്ര വരും? 250 എന്ന് വരും. 315 അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര? 15 ആണ് വരുന്നത്. സോ 300 ആണ് നമ്മുടെ നമ്പർ. സോ റിമൈൻഡേഴ്സ് റെസ്പെക്റ്റീവ് നമ്പേഴ്സിൻ്റെ റിമൈൻഡേഴ്സ് കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? ആദ്യത്തെ 150, രണ്ടാമത്തെ 250, മൂന്നാമത്തെ 300 ആണ് വന്നേക്കുന്നത്. ഇനി എന്താ ക്വസ്റ്റ്യൻ? ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. സോ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഓപ്ഷനിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണെന്ന് ആദ്യം നോക്കാം. ഏതാണ്? 75 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ആ 75 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മൊത്തം റിമൈൻഡർ ഇല്ലാണ്ട് പൂവുണ്ടോ എന്ന് നോക്കാം. അതായത് 75 വെച്ച് നോക്കുമ്പോൾ എന്ത് പൂവില്ല, 250 ഒന്നും പൂവില്ല. സോ 75 പോസിബിൾ അല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിഗർ വാല്യൂ ഏതാ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സോ 50 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? 150/50 പോവും, 250/50 പോവും, 300/50 ആയാലും റിമൈൻഡർ 0 ആണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ എത്ര വരാം? ഓപ്ഷൻ ഡി 50 ആണ് വരാം. കാരണം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നോക്കേണ്ടത് എന്താ? ഗ്രേറ്റസ്റ്റ് വാല്യൂ ആണ് നമുക്ക് കാണണ്ടേ. സോ നമ്മൾ ആദ്യം ഓപ്ഷനിലെ ഗ്രേറ്റസ്റ്റ് വാല്യൂ ആദ്യം ചെക്ക് ചെയ്യുക. സോ 75 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് റിമൈൻഡർ വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. സോ 50 വെച്ച് നോക്കുമ്പോൾ എന്ത് റിമൈൻഡർ 0 ആണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ ഏതാ വരാം? ഓപ്ഷൻ ഡി 50 ആണ് വരിക. സോ ഇത് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്യണം? ആ നമ്പേഴ്സിൻ്റെ റെസ്പെക്റ്റീവ് റിമൈൻഡേഴ്സ് അതിൽ നിന്ന് കുറച്ചിട്ട് വേണം എന്ത് നമ്മളിത് ചെക്ക് ചെയ്യാൻ. സോ നമ്മുടെ ആൻസർ എത്ര? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദ എമൗണ്ട് ഓഫ് ₹34,000 ഫോർ 4 years ഈസ് ₹680. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ്. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? പ്രിൻസിപ്പിൾ എത്രയാണ്? 3400. എത്ര കൊല്ലത്തേക്ക്? 4 കൊല്ലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇൻട്രസ്റ്റ് എത്രയാണ്? 680 ആണ് ഇൻട്രസ്റ്റ്. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ 4 കൊല്ലത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് എന്ത്? 680. സോ 1 കൊല്ലത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാണാനോ? 680/4 എന്ന് പറയാൻ നമുക്ക് എത്ര കിട്ടും? 1
70 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഒരു കൊല്ലത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര? 170 ആണ് നമുക്ക് വരുന്നത്. സോ ഒരു കൊല്ലത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 170. അതിൻ്റെ പ്രിൻസിപ്പിൾ എത്ര വരുന്നത്? 3400 ആണ് പ്രിൻസിപ്പിൾ വരുന്നത്. പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യുക? ഇൻറ്റു 100 ചെയ്യുക. സോ ഒരു കൊല്ലത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 170. ഒരു കൊല്ലത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 170. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 3400. പെർസെൻറ്റേജ് ആക്കുക എന്താ ചെയ്യുക? ഇൻറ്റു 100 ചെയ്യുക. സോ കട്ട് ചെയ്ത് കളയുമ്പോൾ എത്ര വരും? 0 കട്ട് ചെയ്ത് പോവും. സോറി, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 170 ബൈ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 3400 ഇൻറ്റു 100 എന്ത് ചെയ്യുക? പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100 ചെയ്യുക. സോ കട്ട് ചെയ്ത് കളയുമ്പോൾ എങ്ങനെ കട്ട് ചെയ്യാം? ഇവിടെ കട്ട് ചെയ്ത് പോവും, ഇവിടെയും കട്ട് ചെയ്ത് പോവും. പിന്നെ എന്താ ലാസ്റ്റ് വരാം? ഇവിടെ 2 വരും. സോ 2 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എത്ര വരാം? 5% ആണ് എന്ത്? ആനുവൽ ഇൻട്രസ്റ്റ്, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. സോ ഓപ്ഷൻ ബി 5% ആണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ എന്താ ചെയ്തത്? 4 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് തന്നേക്കുന്നത്. സോ ഒരു കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടു എത്രയാണ്? 170 ആണ് നമ്മൾ കണ്ടു. സോ 170 ബൈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 3400 ഇൻറ്റു 100 ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The adjacent angles of a rhombus are in the ratio of 3:6. The smallest angle of the rhombus is. So റോംബസിൻ്റെ സൈഡ്സ്, അതായത് അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 3:6 ആണ് തന്നേക്കുന്നത്. നമുക്കൊരു പ്രോപ്പർട്ടി അറിയാം, എന്ത്? റോംബസിൻ്റെ അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്ര വരുന്നത്? 180 ഡിഗ്രിയാണ് വരുന്നത്. സോ ആ ആംഗിൾസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:6 ആണ്. ആ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്ര? 180 ഡിഗ്രിയാണ് വരുന്നത്. സോ റേഷ്യോൻ്റെ സം എന്ന് പറയുന്നത് എത്ര? 9 ആണ് വരുന്നത്. അത് എത്രയാണ്? 180 ഡിഗ്രിയാണ് വരുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിൽ സ്മോളസ്റ്റ് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ എത്ര? 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 9/3 എന്ന് പറയുന്നത് 3 gives എത്ര വരും? 60 ഡിഗ്രി എന്ന് കിട്ടും. സോ 3 ആണ് എത്ര? 60 ഡിഗ്രി. സോ ആൻസർ ഓപ്ഷൻ ഡി 60 ഡിഗ്രി ആണ് നമുക്ക് വരുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്ത കാര്യം എന്താ? ആംഗിൾസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:6. ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്ര? 180 ഡിഗ്രിയാണ് വരുന്നത്. സോ റേഷ്യോൻ്റെ സം എത്ര? 9. സോ 9 ആണ് 180 എങ്കിൽ 3 എത്രയാണ്? 3 എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് വരുന്നത്. 3 കാണാൻ കാരണം സ്മോളസ്റ്റ് ആംഗിൾ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The rope is divided into 3 different parts. The first part is 1/5 of the whole length and the second part is 3/2 of the first. The third part is what fraction of the rope എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് ചെയ്യാം? റോപ്പ് എന്ന് പറയുന്നത് എത്ര എടുക്കാം? 10 ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. സോ റോപ്പ് എത്രയാണ്? റോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 യൂണിറ്റ് ആണ് അസ്യൂം ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? The first part is 1/5 of the whole length. So ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എത്ര? 1/5, അതായത് 1/5 ഓഫ് ദ വോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ റോപ്പിൻ്റെ ലെങ്ത് എത്രയാണ്? 10 ആണ് നമ്മൾ അസ്യൂം ചെയ്ത്. സോ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് പറയുമ്പോൾ എത്ര? ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. പിന്നെന്താ? ദ സെക്കൻഡ് പാർട്ട് ഈസ് 3/2 ഓഫ് ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എത്രയാണ് വരിക? സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 2/3 ഓഫ് ഫസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ്? 2 യൂണിറ്റ് ആണ് കണ്ടുപിടിച്ചു. സോ ഫസ്റ്റ് പാർട്ടിൻ്റെ 3/2 പാർട്ടാണ് എന്ത്? സെക്കൻഡ്. സോ 2ഉം 2ഉം കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര വരും? ബാക്കി 3 ആണ് വന്നത്. സോ ഫസ്റ്റ് പാർട്ട് എത്ര? 2 യൂണിറ്റ്. സെക്കൻഡ് പാർട്ട് എത്ര? 3 യൂണിറ്റ് ആണ് വരുന്നത്. സോ ഫസ്റ്റും സെക്കൻഡും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 പാർട്ടാണ് വരുന്നത്, അല്ല 5 യൂണിറ്റ് ആണ് വരുന്നത്. സോ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 10 യൂണിറ്റിൽ 5 യൂണിറ്റ് ആരെടുത്തു? 2ഉം ഫസ്റ്റും സെക്കൻഡും കൂടിയിട്ട് എത്ര എടുത്തു? 5 എടുത്തു. റിമൈനിങ് എത്ര വരാ? അതായത് 10-ന്ന് 5 പോയാൽ ബാക്കി റിമൈനിങ് എത്ര വരാ? 5 ആണ് വരാ. ആ 5 ആരാവും? തേർഡ്
തേർഡ് പാർട്ടാണ് എന്ത് 5. നമുക്കൊന്നുകൂടി നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എത്ര കിട്ടി? 2 ആണെന്ന് കിട്ടി. സെക്കൻഡ് പാർട്ട് എത്രയാണെന്ന് കിട്ടി? 3 ആണെന്ന് കിട്ടി. ടോട്ടൽ എത്രയുള്ളത്? 10 യൂണിറ്റ് ആണുള്ളത്. സോ 2 3 കൂട്ടുമ്പോൾ എത്ര കിട്ടി? 1 2 ചേർന്ന് എത്രയായി? 5 യൂണിറ്റ് ആണ് പോയത്. സോ 10 യൂണിറ്റിൽ നിന്ന് 5 കുറച്ച് ബാക്കി എത്ര വരാ? 5 ആണ് വരാ. ആ 5 ആരാണ്? തേർഡ് പാർട്ടാണ് എന്ത്? 5. സോ ക്വസ്റ്റ്യൻ എന്താ? എത്ര ഫ്രാക്ഷൻ, അതായത് ആ റോപ്പിന്റെ എത്ര പാർട്ടാണ് എന്ത്? തേർഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ തേർഡ് എത്ര യൂണിറ്റാ? 5 യൂണിറ്റ്. ടോട്ടൽ യൂണിറ്റ് എത്ര? 10 ആണ് വരുന്നത്. സോ ആൻസർ എത്ര കിട്ടും? 1/2 പാർട്ടാണ് വരുന്നത് എന്ത്? തേർഡ് പാർട്ട്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The smallest 5-digit number that leaves a remainder of 6 when divided by 7. അതായത് 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത്? റിമൈൻഡർ എത്ര വരണം? 6 വരണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ സ്മോളസ്റ്റ് 5-digit നമ്പർ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാവുന്നതിൽ വെച്ച് സ്മോളസ്റ്റ് 5-digit നമ്പർ എന്ന് പറയുന്നത് എത്ര? 10,000 ആണ് വരുന്നത്. സോ 10,000 7 വെച്ച് നമുക്ക് എന്ത് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 7 30 വരും. 30 ആകുമ്പോൾ 4 28 എന്ന് വരും. 20 വരുമ്പോൾ എത്ര വരും? 2 40 എന്ന് വരും. 60 ആകുമ്പോൾ എത്ര വരും? 8 56 എന്ന് വരും. റിമൈൻഡർ എത്ര വന്നേ? റിമൈൻഡർ 4 ആണ് നമുക്കിവിടെ കിട്ടിയത്. സോ റിമൈൻഡർ നമുക്ക് എത്ര വരണ്ടേ? 6 ആണ് നമുക്കിവിടെ വരണ്ടേ. സോ റിമൈൻഡർ 6 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയത് 4 ആണ്. സോ ഇതിൻ്റെ കൂടെ ഒരു 2 കൂടി ചേർത്ത് എന്തായി? റിമൈൻഡർ 6 വരും. സോ റിമൈൻഡർ 6 വരെ എന്താ ചെയ്യുക? ഇവിടെയും ഒരു 2 ആഡ് ചെയ്യുക. സോ 2 ആഡ് ചെയ്ത് എത്ര വരും? 10,002 ആണ് എന്ത്? അതായത് 10,002/7 എന്ന് വരുമ്പോൾ റിമൈൻഡർ എത്ര വരും? 6 എന്ന് നമുക്ക് കിട്ടും. അതായത് ആൻസർ എന്ന് പറയുന്നത് എത്ര? 10,002 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The ratio of two positive numbers is 3:7 and their LCM is 231. The smallest number is. അതായത് 2 നമ്പേഴ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് എത്ര? 3:7 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അവരെ LCM തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 231 തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിലെ സ്മോളസ്റ്റ് നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയുന്നത് 2 നമ്പേഴ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് A:B ആണെങ്കിൽ നമ്പേഴ്സ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? AX BX എന്നാണ് നമ്മൾ ആക്കാറ്. അതായത് കോമൺ ഫാക്ടർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ആ കോമൺ ഫാക്ടറാണ് എന്ത്? X. സോ അങ്ങനെയാണെങ്കിൽ A×B×X എന്ന് പറയുന്നതാണ് എന്ത്? LCM. അതുപോലെ X എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ HCF. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആണ്. A:B ആണ് നമ്മുടെ നമ്പേഴ്സിൻ്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ AX BX ആണ് നമ്മുടെ നമ്പേഴ്സ്. X എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ A×B×X എന്ന് പറയുന്നതാണ് നമ്മുടെ LCM. അതുപോലെ X എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ HCF. സോ എന്ത് തന്നിട്ടുണ്ട്? എയും ബിയും നമുക്കറിയാം. എക്സിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. LCM നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 231. സോ 3×7×X = 231. സോ എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 231/21 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 11 എന്ന് കിട്ടും. നമ്മുടെ റേഷ്യോ എത്ര? 3:7 ആണ്. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 11 ആണ് വരുന്നത്. സോ നമ്പേഴ്സ് എത്ര വരാം? 3×11 എന്ന് പറയുന്നത് 33. 7×11 എന്ന് പറയുന്നത് 77 എന്ന് നമുക്ക് കിട്ടി. ഇതിലെ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്ര? 33 ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ടു ബി ആഡഡ് ടു 12% ഓഫ് 2,400 so that the sum will be equal to 18% of 5,400. അതായത് എന്താണ്? എക്സ് പ്ലസ്, അതായത് 2,400ൻ്റെ 12% കൂടെ എന്ത് ആഡ് ചെയ്താലാണ് എന്ത് 5,400ൻ്റെ 18% കിട്ടാമെന്നാണ് ക്വസ്റ്റ്യൻ. സോ എക്സ് പ്ലസ് 12% എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 12% തന്നെ എഴുതാം. 12% ഓഫ് ആരുടെ? 2,400 = എത്രയാണ്?
18% ഓഫ് 5400. അതായത് 2400-ന്റെ 12% കൂടെ എന്ത് ആഡ് ചെയ്താലാണ് എന്ത് 5400-ന്റെ 18% കിട്ടാമെന്നാണ് അവിടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് എഴുതാം? അതായത് 2400-ന്റെ 12% എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? നമുക്ക് ആദ്യം എക്സ് പ്ലസ് 2400-ന്റെ 12% എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 288 എന്ന് നമുക്ക് കിട്ടും. സോ 2400-ന്റെ 12% എന്ന് പറയുന്നത് 288 ഈക്വൽ ടു 5400-ന്റെ 18% എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 5400-ന്റെ 18% എന്ന് പറയുന്നത് 972 വരിക. സോ 2400-ന്റെ 12% എന്ന് പറയുന്നത് 288-ഉം 5400-ന്റെ 18% എന്ന് പറയുന്നത് 972 എന്ന് നമുക്ക് കിട്ടും. സോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ഏതാ? എക്സ് ഇസിക്കൽ ടു എന്ന് പറയുമ്പോൾ 972 മൈനസ് 288 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ എത്ര കിട്ടും? ആൻസർ എന്ന് പറയുന്നത് 486 684 നമ്മുടെ ആൻസർ വരുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2400-ന്റെ 12% കൂടെ എന്ത് ആഡ് ചെയ്താലാണ് 5400-ന്റെ 18% കിട്ടാമെന്നാണ് ക്വസ്റ്റ്യൻ. സോ എത്ര ആഡ് ചെയ്യണം? 684 ആഡ് ചെയ്താലാണ് എന്ത് നമുക്ക് ആൻസർ ഈക്വൽ ആവാം. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ 18% കാണാൻ എന്ത് ചെയ്യുക? ഇവിടെ കാണാൻ എന്താ? 2400 ഇൻറ്റു 12/100 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 288 എന്ന് കിട്ടും. അതുപോലെ എന്താണ്? 5400 ഇൻറ്റു 18/100 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 972 എന്ന് നമുക്ക് കിട്ടും. സോ ആൻസർ എത്ര? 684 വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A train leaves station A towards station B at the speed of 15 km per hour. After half an hour, another train leaves station B towards the station A at 150 km per hour. The distance between the stations is 725 km. The distance of the point from A where the two stations are meet is. So ഇതൊരു റിലേറ്റീവ് സ്പീഡ് ടൈമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നേക്കുന്നത്. സോ ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് എയുടെയും ബിയുടെയും ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരുന്നത്? 725 കിലോമീറ്റർ ആണ് വരുന്നത്. അതുപോലെ നമുക്ക് എന്തറിയാം? അതായത് എ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, അതായത് എ ആണ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം പോയത്. അത് കഴിഞ്ഞ് എത്ര? അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ബി അടുത്ത സ്റ്റേഷനിൽ നിന്ന് പോകുന്നത്. അതായത് രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്ത് ബി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എ അരമണിക്കൂർ എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തതെന്ന് ആദ്യം നോക്കണം. സോ എയുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്ര? 50 കിലോമീറ്റർ പെർ അവർ ആണ് വരുന്നത്. സോ ഒരു മണിക്കൂറിൽ 50 കിലോമീറ്റർ ആണ് പോണതെങ്കിൽ അരമണിക്കൂറിൽ എത്ര? 25 കിലോമീറ്റർ ആണ് പോകുന്നത്. സോ ഇവിടുന്ന് എത്ര കിലോമീറ്റർ പോയി? 25 കിലോമീറ്റർ ആര് സഞ്ചരിച്ചു? അരമണിക്കൂർ കൊണ്ട് എ സഞ്ചരിച്ചു കഴിഞ്ഞു. സോ എ എവിടെ എത്തി? 25 കിലോമീറ്റർ താണ്ടി എവിടെ എത്തി? ഈ പോയിന്റിലെത്തി. സോ എ ഇവിടെ എത്തിയപ്പോഴാണ് എന്ത് ബി ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. സോ അപ്പോൾ ഇവർ തമ്മിൽ ഡിഫറൻസ് പറയുന്നത് എത്ര? മുമ്പുണ്ടായത് 725 ആണ്. അതിൽ ഓൾറെഡി എ മാത്രം എത്ര കവർ ചെയ്തു? 25 കിലോമീറ്റർ കവർ ചെയ്തു. സോ ഇപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 700 കിലോമീറ്റർ ആണ് വരുന്നത്. സോ അരമണിക്കൂറിന് ശേഷം എ മാത്രമാണ് ട്രാവൽ ചെയ്തത്. സോ അരമണിക്കൂറിന് ശേഷം അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 700 കിലോമീറ്റർ ആണ് വരുന്നത്. ഇനി എന്താ? ഇനിയാണ് നമുക്ക് കണ്ടത് എന്ത്? റിലേറ്റീവ് ടൈം ആണ് നമുക്ക് ഇനി കാണണ്ടേ. അതായത് എത്ര സമയം കൊണ്ടാണ് അവർ തമ്മിൽ കൂട്ടുമുട്ടിയത്, അതായത് രണ്ടുപേരും തമ്മിൽ മീറ്റ് ചെയ്ത് എത്ര സമയം കൊണ്ടാണ് നമുക്ക് കാണണം. സോ നമുക്കറിയാം എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? ഇപ്പോൾ 700 കിലോമീറ്റർ ആണ് വരുന്നത്. അതുപോലെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? അതായത് ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ട്രാവൽ ചെയ്യുന്നത്. സോ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്ര? 150 + 50 എന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്ര? 200 കിലോമീറ്റർ പെർ അവർ ആണ് വരുന്നത്. സോ റിലേറ്റീവ് ടൈം കാണാൻ നമ്മൾ എന്താ ചെയ്യുക? റിലേറ്റീവ് ടൈം കാണാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ്
സ്പീഡ്, അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര 700 വരുന്നത്, ബൈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്ര 200 വരുന്നത്. സോ കട്ട് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് നമുക്ക് എത്ര കിട്ടും 7/2 മണിക്കൂർ കൊണ്ടാണ് എന്ത് അവർ തമ്മിൽ കൂട്ടി മുട്ടിയത്. സോ അവർ കൂട്ടിമുട്ടാനെടുത്ത സമയം എത്രയാണ് 7/2 ആണ് വരുന്നത്. ഈ 7/2 കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് അവർ കൂട്ടിമുട്ടിയത് എത്ര 7/2 കൊണ്ടാണ് അവർ കൂട്ടിമുട്ടിയത്. സോ ഈ സമയം കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം റിലേറ്റീവ് ടൈം എന്ന് പറയുന്നത് എത്ര 7/2 ആണ് വരുന്നത്. സോ 7/2 ആണ് എന്ത് റിലേറ്റീവ് ടൈം. എയുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? എയുടെ സ്പീഡ് എന്ന് പറയുന്നത് 50 km/h ആണ് വരുന്നത്. സോ ടൈം ഇൻറ്റു സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? എ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് കിട്ടും. സോ 7/2 എന്ന് പറയുന്നത് ടൈമാണ്, 50 എന്ന് പറയുന്നത് എന്താ സ്പീഡാണ്. സോ ടൈം ഇൻറ്റു സ്പീഡ് എന്ന് പറയുന്നത് റെസ്പെക്റ്റീവ് കിലോമീറ്റർ, അതായത് ഡിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടും. സോ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അതായത് 175 കിലോമീറ്റർ എന്ന് നമുക്ക് കിട്ടും. അതായത് ഇവർ തമ്മിൽ കൂട്ടിമുട്ടെടുത്ത സമയം എന്ന് പറയുന്നത് 7/2 ആ സമയം കൊണ്ട് എ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7/2 ഇൻറ്റു എയുടെ സ്പീഡ് എന്ന് പറയുന്നത് 50 km/h. സോ എ കവർ ചെയ്തത് എത്ര 175 കിലോമീറ്റർ ആണ് എ കവർ ചെയ്തത്. പ്ലസ് എന്താണ് ആദ്യം ഒരു ഹാഫ് ആൻ അവർ എ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര കിലോമീറ്റർ? 25 കിലോമീറ്റർ എ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർക്കുക. സോ ഫൈനൽ എത്ര കിട്ടും? എ ഓൾറെഡി 25 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് എത്ര 175 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. സോ ആൻസർ എത്ര കിട്ടുക? 200 കിലോമീറ്റർ ആണ് ആര് ട്രാവൽ ചെയ്തത്? എ മാത്രം അവിടെ ട്രാവൽ ചെയ്തത്. സോ ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two buses started from opposite points towards each other on the main road 185 km apart. The first bus runs for 35 km and takes a right turn and run for 70 km. It then turns left and runs for another 42 km and takes the deviation back to reach the main road. In the meantime, due to the minor breakdown, the other bus has run only 36 km along with the main road. What would be the distance between the bus at the point? So question എന്താണ്? ഒരു ഹൈവേ, അതായത് ഇതാണ് മെയിൻ റോഡ് വരുന്നത്. ബസ്, അതായത് ആദ്യത്തെ ബസ് എന്ത് ചെയ്തു? ആദ്യത്തെ ബസ് ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് 35 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു റൈറ്റ് ഡീവിയേഷൻ എടുത്തു. എത്ര? 17 കിലോമീറ്റർ ഒരു റൈറ്റ് ഡീവിയേഷൻ എടുത്തു. എന്നിട്ട് ലെഫ്റ്റ് എടുത്ത് എങ്ങനെ പോയി? ലെഫ്റ്റ് എടുത്ത് ഒരു 42 കിലോമീറ്റർ എങ്ങനെ പോയി? നേരെ പോയി. സോ ലെഫ്റ്റ് ടേൺ ചെയ്ത് 42 കിലോമീറ്റർ വീണ്ടും നേരെ പോയി. എന്നിട്ട് എന്താ ചെയ്തത്? മെയിൻ റോഡിലേക്ക് വീണ്ടും ഡീവിയേഷൻ എടുത്തു. സോ മെയിൻ റോഡിലോട്ട് എത്താൻ എത്ര വേണം? വീണ്ടും 17 കിലോമീറ്റർ. കാരണം ഓൾറെഡി മെയിൻ റോഡിൽ നിന്ന് 17 കിലോമീറ്റർ ടേൺ ചെയ്തിട്ടാണ് സബ് റോഡിലേക്ക് എത്തിയത്. സോ ആ സബ് റോഡിൽ നിന്ന് വീണ്ടും മെയിൻ റോഡിലേക്ക് എത്താൻ എത്ര വേണം? 17 കിലോമീറ്റർ വീണ്ടും ട്രാവൽ ചെയ്യണം. സോ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര കിലോമീറ്റർ? 42 കിലോമീറ്റർ ആണ് എന്ത് ആള് സബ് റോഡിൽ കൂടെ ട്രാവൽ ചെയ്തത്. ആള് വീണ്ടും മെയിൻ റോഡിലെത്തി. ആദ്യത്തെ ബസ്. രണ്ടാമത്തെ ബസ് എന്താ? ഡ്യൂ ടു ബ്രേക്ക് ഡൗൺ കാരണം ആൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്? 36 കിലോമീറ്റർ മാത്രമാണ് ആളവിടെ ട്രാവൽ ചെയ്തത്. സോ ബി എത്ര കിലോമീറ്റർ? 36 കിലോമീറ്റർ ആണ് ബി ട്രാവൽ ചെയ്തത്. എ എത്ര ദൂരം ട്രാവൽ ചെയ്തു? നമുക്കറിയാം ഓൾറെഡി ഒരു ഡീവിയേഷൻ എടുത്തു, 17 കിലോമീറ്റർ ഡീവിയേഷൻ എടുത്തു. ആ സെയിം ഡീവിയേഷൻ എവിടെ? സെക്കൻഡ് ടേണിൽ എടുത്തു. സോ ആള് റോട്ടിൽ കൂടെ എത്ര ട്രാവൽ ചെയ്തത്? മെയിൻ റോട്ടിൽ കൂടെ ഒരു 35 കിലോമീറ്ററും ട്രാവൽ ചെയ്തു. അതുപോലെ എന്താ ഈ 42 കിലോമീറ്ററും ആള് ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് എത്ര? മെയിൻ റോഡിൻ്റെ ഈ പോയിന്റ് എന്ന് പറയുന്നത് 35 + 42, അതായത് 77 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് എന്ത് എ ഈ പോയിന്റിലേക്ക് എത്തിയത്. സോ മെയിൻ റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 77 കിലോമീറ്റർ താണ്ടിയിട്ടാണ് ആര് എ ഈ പോയിന്റിൽ എത്തിയത്. ബി ഈ പോയിന്റിൽ എത്താൻ എത്ര കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്? 36 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതാണ് നമുക്കിവിടെ
കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ടോട്ടൽ റോഡിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? 185. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് എത്ര? 185. അതായത് 185. അതിൽ റോഡിൻ്റെ ലെങ്ത് എ ട്രാവൽ ചെയ്ത് എത്ര? 77 കിലോമീറ്റർ ആണ് എ ട്രാവൽ ചെയ്തത്. ബി ട്രാവൽ ചെയ്തതോ 36 കിലോമീറ്റർ ആണ് ബി ട്രാവൽ ചെയ്തത്. സോ രണ്ട് പേരും കൂടി ട്രാവൽ ചെയ്തത് എത്ര? 77 പ്ലസ് 36 കിലോമീറ്റർ. അതായത് 113 കിലോമീറ്റർ ആണ് എയും ബിയും കൂടി ചേർന്ന് ട്രാവൽ ചെയ്തത്. സോ ഓൾറെഡി 185 കിലോമീറ്ററിൽ 113 കിലോമീറ്റർ അവർ രണ്ടുപേരും കൂടി ട്രാവൽ ചെയ്തു. ബാക്കി റിമൈനിങ് ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ ബൈ അവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര കിട്ടും നമുക്ക്? 72 എന്ന് വരും. സോ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 72 കിലോമീറ്റർ ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The ratio of ladies to gents numbers in a club is 3:2. Recently 300 ladies joined the club and the ratio became 5:2. The number of lady members now in the club is. അതായത് ലേഡീസ് ടു ജെൻസ് എന്ന് പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 3:2 ആണ് വരുന്നത്. അതിലേക്ക് 300 ലേഡീസ് ആഡായിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 5:2 ആണ് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അതായത് ഇവിടെ ആഡ് ആയത് ആരാണ്? ലേഡീസ് മാത്രമാണ് ആഡ് ആയത്. ജെൻസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. സോ റേഷ്യോ നോക്കുമ്പോൾ എന്താ? ജെൻസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഇവർ രണ്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ആഡ് ആയത് ആരാണ്? 3 ഉണ്ടായ ലേഡി എന്ന് പറയുന്നത് 5 ആയി. എത്ര യൂണിറ്റിൻ്റെ ഇൻക്രിമെൻറ്റ്? 2 യൂണിറ്റിൻ്റെ ഇൻക്രിമെൻ്റ് ആണ് അവിടെ ഉണ്ടായത്. ആ 2 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര? ഇവിടെ ആഡായ 300 ലേഡീസ് ആണ് ആ 2 യൂണിറ്റ്. സോ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 300 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര? 150 പേര് നമുക്ക് കിട്ടും. നമുക്ക് എന്താ കാണണ്ടേ? ദ നമ്പർ ഓഫ് ലേഡീസ് നൗ ഇൻ ദ ക്ലബ് ഈസ്. അതായത് ആ ക്ലബിൽ ഇപ്പോൾ എത്ര പേരുണ്ട് എന്നാണ് നമുക്ക് കാണണ്ടേ. സോ രണ്ടാമത്തെ റേഷ്യോ എത്രയാണ്? 5:2. ലേഡീസ് ഇസ്റ്റു ജെൻസ് എന്ന് പറയുന്നത് 5:2. അതിൽ 5ൻ്റെ ഇക്വാലൻ്റ് ക്വാണ്ടിറ്റി അതായത് എണ്ണമാണ് നമുക്ക് കാണണ്ടേ. സോ 1 എന്ന് പറയുന്നത് 150 ആണെങ്കിൽ 5 എന്ന് പറയുന്നത് എത്ര? 150 × 5 എന്ന് പറയുന്നത് 750 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. X and Y together can complete a piece of work in 12 days. Y and Z can do it in 18 days. And X and Z can complete the same work in 15 days. If X, Y and Z can together complete the work, approximately how many days will be required to complete the work? So എക്സും വൈയും ചേർന്ന് എത്ര ദിവസം കൊണ്ട്? 12 ദിവസം കൊണ്ട്. വൈയും സെഡും കൂടി ചേർന്ന് എത്ര ദിവസം കൊണ്ട്? 18 ദിവസം കൊണ്ട്. എക്സും സെഡും കൂടി ചേർന്ന് എത്ര ദിവസം കൊണ്ട്? 15 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ആയത്. സോ ഈ മൂന്നിൻ്റെയും LCM എന്ന് പറയുന്നത് എത്ര കിട്ടും? 180 എന്ന് നമുക്ക് കിട്ടും. സോ എക്സിൻ്റെ വൈൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 180/12 എന്ന് പറയുന്നത് 15. വൈ സെഡിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 10 എന്ന് വരും. എക്സ് സെഡിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 12 എന്ന് നമുക്ക് കിട്ടും. അതായത് എക്സ് പ്ലസ് വൈയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 15. വൈ പ്ലസ് സെഡിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 10. എക്സ് പ്ലസ് സെഡിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 12 ആണ് വരുന്നത്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 180. നമുക്ക് എന്താ കണ്ടേ? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡും കൂടി വർക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓരോരുത്തരുടെയും പെയർ ആയിട്ടുള്ള എഫിഷ്യൻസി അറിയാം. എക്സ് പ്ലസ് വൈൻ്റെ 15 എഫിഷ്യൻസി, വൈ പ്ലസ് സെഡിൻ്റെ എഫിഷ്യൻസി 10, എക്സ് പ്ലസ് സെഡിൻ്റെ എഫിഷ്യൻസി 12 നമുക്കറിയാം. നമുക്ക് എങ്ങനെയാണ് കാണണ്ടേ? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിൻ്റെ എഫിഷ്യൻസി ആണ് നമുക്ക് എന്ത് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. സോ ഈ മൂന്നും കൂട്ടും നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ, വൈ പ്ലസ് സെഡ്, എക്സ് പ്ലസ് സെഡ് 3 കൂടി കൂട്ടും നമുക്ക് എന്ത് കിട്ടും? 2x പ്ലസ് 2y പ്ലസ് 2z എന്ന് നമുക്ക് കിട്ടും. കൂട്ടും നമുക്ക് എത്ര കിട്ടും? സൈഡിലത്തെ അവരുടെ റെസ്പെക്റ്റീവ് എഫിഷ്യൻസി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 15 10 25, 25 10 സോറി
15 10 25 10 35 37 എന്ന് നമുക്ക് കിട്ടും. സോ 2x പ്ലസ് 2y പ്ലസ് 2z എന്ന് പറയുന്നതാണ് എത്ര? 37. ജസ്റ്റ് കൂട്ടുക, അതായത് ഈ 3 വേരിയബിളും കൂട്ടുമ്പോൾ എന്താ? എക്സ് 2 എണ്ണം ഉണ്ട്, വൈ 2 എണ്ണം ഉണ്ട്, സെഡ് 2 എണ്ണം ഉണ്ട്. സോ 2x പ്ലസ് 2y പ്ലസ് 2z. 3നും 2 കോമൺ ആയിട്ട് പുറത്തെടുത്ത് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് കിട്ടും. അതാണ് എന്ത്? 37. സോ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 37/2 ആണ് വരുന്നത്. സോ ആ 3 പേരുടെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 37/2. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര? 180. സോ 180 ആണ് ടോട്ടൽ വർക്ക് ബൈ ആ 3 പേർക്കും കൂടി ചെയ്യാനെടുക്കുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 37/2 ആണ് വരുന്നത്. സോ 180 ആണ് ടോട്ടൽ വർക്ക്. അതിൽ ഇവർ 3 പേര് എഫിഷ്യൻസി 37/2. സോ 3 പേരും, അതായത് 3 പേരും കൂടി ചേരുമ്പോൾ ആ 180 വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അതാണ് 180/37 × 2. അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 180 × 2/37 എന്ന് നമുക്ക് കിട്ടും. സോ കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര കിട്ടും? അപ്രോക്സിമേറ്റ്ലി 9 പോയിന്റ് സംതിങ് ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ നമുക്ക് റൗണ്ട് ചെയ്യുമ്പോൾ റൗണ്ട് ചെയ്തിട്ടാണ് തന്നേക്കുന്നത്. അതായത് ഓപ്ഷൻ ബി 10 days ആണ് എടുക്കുന്നത്. അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് പോയിന്റ് ആണ് വരുന്നത്? 9 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. സോ ക്വസ്റ്റ്യനിൽ എന്താണ്? റൗണ്ട് ചെയ്തിട്ടാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. സോ ഓപ്ഷൻ ബി 10 days ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ 4 × 38 × 764 × 1256? സോ യൂണിറ്റ് ഡിജിറ്റ് കാണാൻ എന്താ? യൂണിറ്റ് ഡിജിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 4 × 8 എന്ന് പറയുന്നത് എത്ര? 32. 32ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്ര? 2 ആണ് വരുന്നത്. സോ 2 × 4 × 6 എന്ന് പറയുന്നത് 24. 24ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4. സോ 2 × 4. 2 × 4 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? യൂണിറ്റ് ഡിജിറ്റ് 8 എന്ന് നമുക്ക് കിട്ടും. അതായത് ഓപ്ഷൻ ഡി 8 ആണ് എന്ത്? ഈ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.